സാറ്റർഡേ ആയി ഞങ്ങൾ രാവിലെ എണീക്കാന്നൊക്കെ പ്ലാൻ ഇട്ട് ഇതിപ്പോൾ 7 മണിയായി മറീന ബീച്ചിലേക്ക് നടക്കാം എന്നാണ് വിചാരിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളങ്ങനെ വന്നു. എന്നാലും വലിയ ചൂടൊന്നും ആയിട്ടില്ല, കൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ മറീന ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ചെന്നൈ മറീന ബീച്ചിൽ വന്ന ആൾക്കാർക്കൊക്കെ അറിയാം, രാവിലെ കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ നടക്കാനൊക്കെ വരും. ഇത് ചെന്നൈയുടെ ഒരു നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ മറീന ബീച്ചൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുതുക്കിയിരിക്കുകയാണ്. ആക്സസിബിൾ കണ്ടോ, വീൽ ചെയർ ഒക്കെ കണ്ടോ, അവിടെ വീൽ ചെയർ ആക്സസിബിൾ ബീച്ച് ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ അത്. അവർ തന്നെ വീൽ ചെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാൻഡിൽ കൂടിയും വെള്ളത്തിലൊക്കെ ഇറക്കാൻ പറ്റുന്നൊരു വീൽ ചെയറാണ്. ഇതിപ്പം ഞാനിത് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ആദ്യമായിട്ടാണ്. ഈ വഴി കൂടിയാണ് നമുക്ക് വീൽ ചെയറും കൊണ്ടുപോകാൻ, നമുക്ക് നടക്കാനും പറ്റും. കണ്ട് ഇവിടെയൊക്കെ പണ്ട് ഫുഡ് ഈ ഈറ്ററീസിൻ്റെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ ഭയങ്കര വൃത്തികേടാക്കി വെക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ സൈഡിലോട്ടേക്ക് മാറ്റി നമ്മുടെ കോഴിക്കോടൊക്കെ ഉള്ള ഏകദേശം ഒരു ടൈപ്പാണ് ഇപ്പോൾ അവർ ആക്കിയിരിക്കുന്നത്. ഇവർക്ക് ഷോറ് കുറച്ച് അധികം ആയതുകൊണ്ട് ഇവർ ഇതിന് മുകളിൽ കളിക്കാനുള്ള സംവിധാനങ്ങളും റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ ഇപ്രാവശ്യം രാവിലെ പോയപ്പോൾ നല്ല ബീച്ച് നല്ല വൃത്തിയുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ട് ഇതെന്തൊരു അതിശയം, ഇത് നല്ല വൃത്തിയുണ്ടല്ലോ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാർ ഇത്ര അധികം ക്രൗഡ്, ഈ ഒരു ക്രൗഡ് ഒഴിഞ്ഞ രീതിയിൽ നമ്മൾ കാണില്ല മറീന ബീച്ച്. സാധാരണ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, പക്ഷെ നല്ലൊരു വൈബായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടോയ്ലറ്റ്സ് ഒക്കെ കണ്ടോ, ഡിഫറൻഷ്യലി ഏബിൾഡും ട്രാൻസ്ജെൻഡേഴ്സിനും വേറെ തന്നെ ഉണ്ട്. കുറച്ച് ക്ലീനായിരുന്നു. പിന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യുന്നത് കാണാം. ഇത് ബോക്സിങ്ങും പിന്നെ അതല്ലാതെ തന്നെ സൈഡിൽ അത്ലീറ്റ്സ് ട്രെയിൻ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല വൈബാണ്. രാവിലെ എക്സസൈസ് ചെയ്യാൻ വന്ന് നമുക്ക് മടിയുള്ള സമയത്ത് ഇതൊക്കെ കാണുമ്പം ഇവരൊക്കെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്കും ചെയ്യാം എന്ന് തോന്നും. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ആണ്. ഇവിടെ എന്തോ റെനോവേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് അവരിങ്ങനെ കണ്ടോ വാക്ക് പാത്ത് വേസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് കൂടെയൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ എക്സസൈസ് ചെയ്യാനും വാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ ചില ഏരിയാസിൽ അവർ വണ്ടി അലൗഡ് അല്ല, നമുക്കിങ്ങനെ നടക്കാം ഒരു ടൈം വരെ. കോഴിക്കോട് പോലെ രാത്രി വരെ ഒന്നും പറ്റില്ല, ഇവിടെ ഒരു ടൈം ലിമിറ്റൊക്കെ ഉണ്ട് നൈറ്റ്. പക്ഷേ ഇറ്റ്സ് പ്രിറ്റി ഡീസൻറ്റ് റൈറ്റ് നൗ. നല്ല രസമാണ് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ മൈലാപ്പൂർ തൊട്ടടുത്തായതുകൊണ്ട് മൈലാപ്പൂർ ടാങ്ക് ആണ്. അവിടുത്തെ കപാലീശ്വര ടെമ്പിളിൻ്റെ അടുത്ത് ഒരു ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉണ്ട്, ജനൽ കടയെന്ന് പറയും. ആ ജനലിൽ കൂടിയാണ് അവർ കൊടുക്കുന്നത്. കണ്ടോ, ഞങ്ങൾ അവിടുന്ന് നല്ലൊരു ഇഡ്ഡലി വട പൊങ്കൽ നന്നായിട്ട് പാസ്സാക്കി. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു. സൂപ്പർ ടേസ്റ്റാണ്. 90 രൂപയായിട്ടുള്ളൂ. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ സാറ്റർഡേ. ബൈ.